വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഹേറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചുവെന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഓർമ്മിക്കുക, കുഞ്ഞിപ്പൈതങ്ങളുടെ ദിനമായി സഭ ഇന്ന് ആഘോഷിക്കുന്നു. യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രാജാവ് തീരുമാനിച്ചു, ആ കുഞ്ഞ് യാതൊരു കാരണവശാലും ജീവിച്ചിരിക്കുവാൻ പാടില്ല. അതിനുവേണ്ടി ഹെറോദോസിന്റെ തന്ത്രം ഫലപ്രാപ്തിയായില്ലെന്ന് മാത്രമല്ല, ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്തു. പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെറോദോസ് മനസ്സിലാക്കിയ വിവരങ്ങൾ പ്രകാരം അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ കുഞ്ഞിനെ കണ്ട് മടങ്ങും വഴി തന്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന്. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെറോദോസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല. മടക്കയാത്രയിൽ ഹെറോദോസിനെ സന്ദർശിക്കാഞ്ഞതിനാൽ അദ്ദേഹം ഏറെ കുപിതനായി. ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബെത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കാൻ ആജ്ഞാപിച്ചു. 22 കുഞ്ഞുങ്ങളെയാണ് വധിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഈശോയെ പ്രതി മരിച്ച നിരപരാധികളായ 22 കുഞ്ഞിപ്പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു. ഹെറോദോസിന്റെ സംഹാരഖഡ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരുകുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കൊയ്റോയിൽ താമസിക്കാനിടയായതും. ഹെറോദോസിന്റെ ക്രൂരമായ അതിമോഹം മൂലം താമസിയാതെ അദ്ദേഹത്തിന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് അസഹനീയമായ വേദനയിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇന്നും ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് സ്വാർത്ഥതയിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. തന്മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതാനുഭവങ്ങൾ ആർക്കും വർണ്ണിക്കാവുന്നതിലും ഉപരിയാണ്. ആയതുകൊണ്ട് വ്യക്തി താൽപര്യം സംരക്ഷിക്കാൻ മുൻകൈയെടുക്കുന്നവർ മനസ്സിലാക്കണം, ഹെറോദോസ് രാജാവിന്റെ അനുഭവം ഉണ്ടാകാതിരിക്കുവാൻ. നാം ഓരോരുത്തരും വ്യക്തി താൽപര്യം സംരക്ഷിക്കുന്ന മനോഭാവം ഉപേക്ഷിച്ച് ദൈവം കാട്ടിത്തരുന്ന വഴികൾ മനസ്സിലാക്കി യാത്ര തുടരാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തൂമഞ്ഞ
അവർ പുഞ്ചിരി പൂക്കൾ തൻ ശിരസറുത്തു. ആരെന്നറിയ